ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്ന് വരാനിരിക്കുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ സുമി മുഫാസ് മനസ്സിലെന്ന് പറഞ്ഞ ചാനലിൽ രാവിലെ 6:30 തന്നെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പര ഇടുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ പവിത്രം അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 നമ്മുടെ കാറ്റത്തെ കിളിക്കൂടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സപ്പോർട്ടും എൻ്റെ മുത്തുമണീസിൻ്റെത് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ട് പോകാം കേട്ടോ. ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ അങ്ങനെ നമ്മുടെ ഭൂമിക്ക് തൻ്റെ അച്ഛനായ അച്യുതൻ്റെ മരണം ഒട്ടും തന്നെ താങ്ങാൻ പറ്റുന്നില്ല. അമ്മ ജയിലിൽ, അച്ഛനെ നഷ്ടമായി, എന്ത് ചെയ്യും, എന്താണ് അവസ്ഥ അല്ലേ ഭൂമിയുടെ. ആ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ആണെങ്കിലും പല ഫ്രണ്ട്സും അല്ലെങ്കിൽ കൂടെ സ്ഥാപനത്തിലുള്ള ലക്ഷ്മി ചേച്ചിയും മറ്റുള്ളവരൊക്കെ ഉണ്ട്. എങ്കിലും ഇത്രയും നാൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കഴിഞ്ഞിരുന്ന ഭൂമിക്ക് 2 പേരും ഇല്ല. അതിൽ അച്ഛൻ നഷ്ടമായി, എന്നേക്കുമായിട്ട് നഷ്ടമായി. ഇതൊക്കെ എങ്ങനെയാണ് ഭൂമി സഹിക്കുക അല്ലേ. ഭൂമിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ ഭൂമി അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഒരുപാട് വിഷമിക്കുകയാണ് കേട്ടോ. കരയാണ്. എന്താണ് എൻ്റെ അച്ഛനും പറ്റിയത്, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, എന്താ പറ്റിയത്, ഇത്രയും നാളും ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടത്, എൻ്റെ അച്ഛനും അമ്മയും സന്തോഷമായിട്ടിരിക്കുക എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെ ഒരു സന്തോഷമായിട്ട് നല്ല രീതിയിൽ ഒന്നും എനിക്ക് അച്ഛനെ നോക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ള ചില കുറ്റബോധങ്ങൾ ഭൂമി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ കാരണം അവരെ കൂടെ കുറേ നാൾ സ്പെൻഡ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. ഭൂമിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിലോട്ട് പോകാനും അങ്ങനെയൊക്കെ. അപ്പോൾ കൂടുതൽ സമയം ഷോപ്പുമായിട്ടാണ് ഭൂമി ഇടപഴകിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷമം ഭൂമിക്ക് ഇങ്ങനെ കയറി വരെയായിരുന്നു കേട്ടോ. എന്നിട്ട് ഭൂമി നേരെ റൂമിലോട്ട് ചെല്ലുകയാണ്. റൂമിലോട്ട് ചെന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ അലമാരിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ വിഷുവിനും ഓണത്തിനൊക്കെ മേടിച്ച ഡ്രസ്സുകളൊക്കെ അമ്മ കഴുകി മടക്കി തേച്ചെടുത്ത് വെച്ചൊക്കെയാണ്. അതൊക്കെ കണ്ടിട്ട് ഭൂമിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. കാരണം ഇനി ആ ഒരു സന്തോഷം അല്ലേ ഒരിക്കലും എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. എൻ്റെ അച്ഛനും അമ്മയും ഞാനും ഒരുമിച്ചുള്ള ആ ഒരു സന്തോഷം അത് ഭൂമിയെ വല്ലാണ്ട് അങ്ങ് മനസ്സുലച്ച് വരയിരുന്നിട്ട് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് പറയണമെന്നോ ഒന്നും ഭൂമിക്ക് അറിയില്ല. ആകെ ഒരു വിഷമമായിപ്പോയി. മനസ്സൊക്കെ ചത്ത് മരവിച്ച പോലെയുള്ളൊരവസ്ഥ. എന്ത് ചെയ്യും, ഇനി എനിക്ക് ആരാ ഉള്ളത്. പക്ഷേ ഭൂമിയുടെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ കൊലപാതകി ആരാണെങ്കിലും ഞാൻ അവനെ ഈ പുറം ലോകത്ത് കൊണ്ടുവരിക, എന്തിനവൻ ചെയ്തു എന്നുള്ളതൊക്കെ എനിക്കറിയണം. അങ്ങനെ ഭൂമി ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് നേരെ അമ്മയെ ഒന്ന് കാണണമെന്നുള്ള രീതിയിൽ പോവുകയാണ്. കാരണം അമ്മ സെല്ലിനകത്താണെങ്കിലും അമ്മ ഒന്നും കഴിക്കുന്നില്ല, ഭയങ്കര വിഷമിച്ച് ഭയങ്കര സങ്കടത്തിലാണ് എന്നുള്ളതൊക്കെ ഭൂമി അറിഞ്ഞായിരുന്നു. അങ്ങനെ നേരെ ചെല്ലുമ്പോൾ ഷോപ്പൊക്കെ നമ്മുടെ രശ്മി ചേട്ടത്തി തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഷോപ്പിലിരിക്കുകയായിരുന്നു. ഭൂമിക്ക് എന്തോ ഒരു താല്പര്യമില്ല, കടയിൽ പോകണമെന്നോ കടയിൽ ചെല്ലണമെന്നോ അങ്ങനത്തെ ഒന്നും. കാരണം ഭൂമിയുടെ മനസ്സ് ഒട്ടും തന്നെ ഒരു ഇതല്ലായിരുന്നു. കാരണം ഭൂമി ഈ ഒരു അവസ്ഥ ഭൂമിക്ക് അങ്ങോട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആ കുട്ടിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം അച്ഛനെ അത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരു മോളാണ് നമ്മുടെ ഭൂമി. അങ്ങനെ ഭൂമി അവിടെ വിഷമിച്ച് ആ ഷോപ്പിലിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറ്റുന്ന പോലെയൊക്കെ ഓരോ കാര്യങ്ങൾ ഭൂമിയെ പറഞ്ഞ് മനസ്സിലാക്കി ആ മനസ്സിനെ ഒന്ന് തണുപ്പിച്ച് ഒന്നാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഭൂമിക്ക് ഏൽക്കുന്നില്ല. ഭൂമി ആ ഒരു ചിന്തയെ തന്നെ തൻ്റെ അച്ഛൻ നഷ്ടമായി, തൻ്റെ അച്ഛനെ ആരാ കൊന്നത്, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും ഭൂമിയുടെ മനസ്സിനെ ഇങ്ങനെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ആൻഡ്രൂസ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. സ്റ്റേഷനിൽ നിന്നോ മറ്റിറങ്ങി വരെയാണ്. അപ്പോൾ ആൻഡ്രൂസ് നോക്കിയപ്പോൾ നമ്മുടെ ഭൂമി അവിടെ ഇരിക്കുക കേട്ടോ. വിഷമിച്ചിരിക്കുന്ന സീൻ കണ്ടായിരുന്നു. അങ്ങനെ ആൻഡ്രൂസ് ഓടി വന്നു ഭൂമിയുടെ അടുത്ത്. അപ്പം എടോ ഭൂമി, ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ, എനിക്ക് എന്തായാലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഭൂമി. ഒരിക്കലും തൻ്റെ അമ്മ ഇത് ചെയ്യില്ല. ഇതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ കൈകളുണ്ട്, ഉറപ്പാണ്. കാരണം ഒരു ഗൂഢാലോചന തന്നെ ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണെന്ന് പറയും. അപ്പോൾ ഭൂമി പറഞ്ഞു, എനിക്കറിയാം സാറേ, എനിക്കറിയാം. എന്നിട്ട് ആൻഡ്രൂസ് പറഞ്ഞു, ഭൂമിക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്തു തരാം. താൻ ഒറ്റയ്ക്കായിപ്പോയെന്നുള്ളൊരു വിചാരമേ ഒന്നും വേണ്ട കേട്ടോ, എന്ത് ഹെൽപ്പും എൻ്റെ അടുത്ത് ചോദിച്ചോളാം ആൻഡ്രൂസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവരും ആൻഡ്രൂസ് സാറേ, ഞാൻ കൊണ്ടുവരും. എൻ്റെ അച്ഛൻ്റെ കൊലപാതകി ആരാണെങ്കിലും ഞാൻ ഈ
സമൂഹത്ത് മുമ്പിൽ കൊണ്ട് അവനെ ഞാൻ നിർത്തും. കാരണം എനിക്കറിയണം എന്തിനെൻ്റെ അച്ഛനെ കൊന്നു എന്നുള്ളത് എനിക്കറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനം ആൻഡ്രൂസ് ഭൂമിയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും അമ്മയെ പുറത്തിറക്കാൻ വേണ്ടുന്ന സഹായങ്ങൾ എന്താണെങ്കിലും ആൻഡ്രൂസും ചെയ്തു കൊടുക്കാമെന്ന് ഭൂമിയോട് പറയണ. അങ്ങനെ ഭൂമി തൻ്റെ അമ്മയെ കാണാനായിട്ട് പോവുകയാണ്. ആഹാരമോ വെള്ളമോ ഒന്നും കുടിക്കില്ല. ഒരേ ഒരു ഇരിപ്പ്, മരവിച്ച് പോലെ ഒരു ഇരിപ്പാണ് ഭൂമിയുടെ അംബികയ്ക്ക്. അങ്ങനെ ഭൂമി ഒരു പൊതി ചോറൊക്കെ ആയിട്ട് CSRനെ കണ്ടിട്ട് അമ്മയെ കാണാനുള്ള പെർമിഷൻ മേടിക്കുകയാണ്. അങ്ങനെ നേരെ അംബികയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കരഞ്ഞ് തളർന്ന ഒരു ജീവച്ഛവം പോലെ അംബിക ഇരിക്കുകയാണ്. അപ്പം മോളെ കണ്ടത് അമ്മയെന്ന് വിളിച്ചതും അംബിക ഓടി അവർ സെല്ലിൽ നിന്ന് എണീറ്റ് ആ കമ്പികളുടെ അടുത്തോട്ട് വരണം. എന്നിട്ട് ഭൂമിയെ ഇങ്ങനെ മുഖത്ത് തൊട്ടിട്ട് മോളെ നീ ഒറ്റയ്ക്കായി പോയോടി മോളെ എന്നൊക്കെ ഉള്ളൊരു സങ്കടവും ആ ഒരു പരിഭവമൊക്കെയാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല, അമ്മ സമാധാനമായിട്ട് ഇരുന്നാൽ മതി, അമ്മ എന്തേ ഒന്നും കഴിക്കാത്ത എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അച്ഛന് വിഷമാവട്ടോ, അമ്മ ആഹാരമൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ കരഞ്ഞൊക്കെ ഇരുന്നാലേ അച്ഛനാണ് എന്നോട് ചോദിക്കുന്നത്, അതുകൊണ്ട് അമ്മ മര്യാദയ്ക്ക് ആഹാരമൊക്കെ കഴിക്കണം എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ അംബികയ്ക്ക് ഭയങ്കര ഒരു വിഷമാവുകയാണ്. കാരണം തൻ്റെ മകൾ ഒറ്റയ്ക്ക്, അവൾ അച്ഛനും ഇല്ല അമ്മയും ഇല്ലാണ്ട് അവൾ ഇന്ന് വരെ നിന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ അവൾ എങ്ങനെ തരണം ചെയ്യണു എന്നുള്ളതാണ്. എൻ്റെ മകൾ എല്ലാം ഉള്ളിലൊതുക്കി സഹിക്കുകയാണ് എന്നുള്ളത് അംബികയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ. എന്നിട്ട് ഭൂമി പറയും, ദേ അമ്മയ്ക്ക് പുറത്തിറങ്ങാനുള്ളതാണ്, അമ്മ ആഹാരമൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരുന്നോണം, ഇല്ലെങ്കിൽ അച്ഛന് ശരിക്കും വിഷമാവുകയെ അമ്മ എന്തൊക്കെ ഇങ്ങനെ നമ്മുടെ ഭൂമി സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കി കടിച്ച് പിടിച്ചിട്ടാണ് ഇതൊക്കെ പറയണത്. അങ്ങനെ അത് കഴിഞ്ഞ് ഭൂമി അമ്മയ്ക്ക് ആ ചോറൊക്കെ എടുത്തിട്ട് ആ കമ്പിയുടെ ഇടയിൽ കൂടെ വാരി കൊടുക്കാനായിട്ട് ആക്കിയപ്പോൾ അംബിക പറഞ്ഞു, എനിക്ക് വേണ്ട മോളെ, എനിക്ക് വിശപ്പൊന്നുമില്ല, എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയണേ. അതൊന്നും പറ്റില്ല, അതെ അമ്മ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഒരു സാധനം ഞാൻ കഴിക്കില്ല കേട്ടോ, ഉറപ്പാണ് ഭൂമിയെ പറയണത്. അത് കേട്ടപ്പോൾ പിന്നെ അംബികയ്ക്ക് ഒരു വിഷമാവാണ്. കാരണം ചിലപ്പോൾ ഭൂമി ഇന്നത്തെ ദിവസം ഇനി ഒന്നും കഴിക്കാണ്ടായാലോ. അങ്ങനെ അംബിക വേണ്ടെങ്കിലും ഒരു 2-3 വായൊക്കെ ചോറ് വായിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭൂമി അംബികയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതെ അമ്മേ, അച്ഛൻ്റെ മൊബൈൽ എവിടെയാണ്? ഞാൻ വീട്ടിലൊക്കെ തിരക്കിയായിരുന്നു. അപ്പോൾ അംബിക പറഞ്ഞു, മോളെ അച്ഛൻ്റെ മൊബൈൽ അന്ന് വീഡിയോ പിടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് അച്ചുവേട്ട എടുത്തായിരുന്നു, പക്ഷെ അത് എവിടെ വെച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ മോളെ. എന്താ മോളെ? ഇല്ല, അച്ഛൻ്റെ മൊബൈൽ കാണാനില്ല, അപ്പോൾ അത് കാണാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചത് അമ്മയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഭൂമി പറയുന്നുണ്ട്, അമ്മ ഒട്ടും സങ്കടപ്പെടേണ്ട കേട്ടോ, അമ്മയെ ഞാൻ എത്രയും വേഗം ഞാൻ പുറത്തിറക്കും, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അംബികയെ ഒരുപാട് സമാധാനിപ്പിച്ചിട്ടാണ് ഭൂമി അംബികയുടെ അടുത്ത് നിന്ന് വെളിയിലോട്ട് പറഞ്ഞത്. അപ്പം നമ്മുടെ ബാലൻ സാറുണ്ടല്ലോ, സാറ് ഭൂമിയെ കണ്ടപ്പോൾ പറഞ്ഞു, മോളെ നീ തളരരുത്, നീ തളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുറ്റാന്വേഷണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിനക്ക് കേട്ടിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കള്ളത്തരം ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഇതാരൊക്കെയോ ചേർന്ന് ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകമാണ്. എന്തായാലും ഭൂമി നീ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ ഭൂമി പറയണ. എന്നിട്ട് നമുക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, എന്തായാലും ഇനി അതിലേക്ക് വേണ്ടി മാത്രമാണ് ഭൂമി ജീവിച്ചിരിക്കണം ബാലൻ സാറേ. ഞാൻ ഈ എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ആ ആളിൻ്റെ എല്ലാ തെളിവുകളും എടുത്ത് തന്നെ ഞാൻ ആളെ കണ്ടുപിടിക്കുകയും ചെയ്യും, ഞാൻ അവനെ വെറുതെ വിടയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭൂമി. അങ്ങനെ അതിനുശേഷം ഭൂമി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്നിരുന്നാലും ഭൂമിക്ക് അച്ഛൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഉള്ളത്. തൻ്റെ അച്ഛനുണ്ടായിരുന്ന നിമിഷങ്ങളും അച്ഛനുമായിട്ട് തമാശയായിട്ട് കാണിച്ചത്, അമ്മയായിട്ട് പിണങ്ങുമ്പോൾ ഭൂമി അതിൻ്റെ ഇടയിൽ വരുന്നത്, അങ്ങനെ പല രംഗങ്ങളും ഭൂമി ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി നമ്മുടെ സംഗീതയുടെ അടുത്തോട്ട്, അവിടെ ആ വീട് കാണിക്കുകയാണ്, സംഗീതയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് പോയത്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ അഞ്ജനയുടെയും അജയുടെയും ആ ഒരു നിശ്ചയ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ സൗഭാഗ്യം മുത്തശ്ശി സംഗീതയോട് പറയുന്നുണ്ട്, നമുക്ക് ആ ഭൂമി ഒന്ന് വിളിച്ചു നോക്കിയാലോ, ആ കുട്ടി ഇപ്പം എന്ത് ചെയ്യണോ എന്തോ. അപ്പം സംഗീത ചോദിക്കുക, എന്തേ അമ്മേ പെട്ടെന്ന്? ഒന്നുമില്ല, ആരും ഇല്ലാണ്ട് ആ കുട്ടി ഒറ്റയ്ക്ക്, എനിക്ക് ഓർക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമമാണ് മോളെ എന്നിങ്ങനെ പറയണേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശി നമ്മുടെ ഭൂമിയെ വിളിക്കണം. അപ്പം ഭൂമി ഫോൺ എടുത്തിട്ട്, എന്താ മുത്തശ്ശി സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്.
അപ്പോൾ പറയും അതെ മോൾ ഇങ്ങി പോരാവോ എന്ന് ചോദിച്ചു. എന്തേ മുത്തശ്ശി? അതെ അച്ഛനും അവിടെ ആരുമില്ല, അമ്മയും ഇല്ല, അമ്മ ഇറങ്ങിയിട്ട് പോയാൽ പോരാ, അതുവരെ മോൾ ഇവിടെ വന്ന് നിൽക്കുക. ഏയ് അത് കുഴപ്പമൊന്നുമില്ല, ഇവിടെ അച്ഛനും ഉണ്ട് അമ്മയുണ്ട്. അച്ഛനോ? അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഭൂമി പറഞ്ഞു അതെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിരുന്നാലും എൻ്റെ അച്ഛൻ ഇവിടെ തന്നെയുണ്ട്, അച്ഛൻ എങ്ങോട്ടും പോയിട്ടില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. എങ്കിലും മുത്തശ്ശി കുറേ നിർബന്ധിച്ച് നോക്കിയിട്ടോ, പക്ഷെ ഭൂമി എന്തായാലും കൂട്ടാക്കിയില്ല. അങ്ങനെ ഭൂമിക്ക് ആകെ ഒരു വിഷമം. മുത്തശ്ശിയുടെ അടുത്താണെങ്കിലും ഞാൻ വരുന്നില്ല എന്ന് അങ്ങനെ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഭൂമിയുടെ മനസ്സിൻ്റെ ആ തളർച്ചയും ആ വിഷമവും കാരണം ഭൂമി ആദ്യമായിട്ടാണ് മുത്തശ്ശിയുടെ അടുത്ത് വരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. മുത്തശ്ശിക്കും ഭയങ്കര സങ്കടം. കാരണം ഒരാൾ പോലും ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നുമില്ലാണ്ട് ആ കുട്ടി ഒറ്റയ്ക്ക് ഇതെല്ലാം തരണം ചെയ്യണു എന്നുള്ളതായി ഓർത്തിട്ടാണ് മുത്തശ്ശിയുടെ സങ്കടം കേട്ടോ. മുത്തശ്ശിക്കും ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. കാരണം ആരും ഇല്ലാണ്ട് ആ കുട്ടി ഒറ്റയ്ക്ക് ഈ സങ്കടങ്ങളൊക്കെ ഉള്ളിലേറി അത് ഇങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു സങ്കടം കേട്ടോ. അങ്ങനെ ഭൂമി ആ സങ്കടങ്ങളുമായിട്ട് അതിലിങ്ങനെ അലിഞ്ഞിങ്ങനെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സത്യദാസ് അന്നേ ദിവസം അവിടെ വരുന്നത്. സത്യ വരുമ്പോൾ ഭൂമി ഭയങ്കരമായിട്ട് പണ്ടത്തെ കണക്കൊന്നും അല്ല. പണ്ട് കണ്ടു കഴിഞ്ഞാൽ ഭൂമി ഓടി വരും, സാറേ എന്നും പറഞ്ഞുകൊണ്ട് വരികയും ഓരോ കാര്യങ്ങൾ പറയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. ആ ഭൂമിയൊക്കെ എപ്പോഴോ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടതുപോലുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ നമ്മുടെ സത്യദാസിന്. അങ്ങനെ സത്യദാസ് വന്നിട്ട് ഭൂമിയെ കുറേ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ എങ്കിലും ഭൂമി ആ ഒരു ഞെട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഷോക്കിൽ നിന്നും ഒരിക്കലും ഭൂമിക്ക് തിരിച്ചു വരാനാവുന്നില്ല. ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ സത്യദാസ് ഭൂമിയോട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ അമ്മയെ പുറത്തിറക്കാനായിട്ട് എന്ത് സഹായത്തിനും ഈ സത്യദാസ് സാറ് നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഭൂമിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം വേറൊന്നുമല്ല, ചെയ്യാത്ത തെറ്റിനാണ് അംബിക ഇപ്പോൾ ജയിലഴിക്കുള്ളിൽ കിടക്കുന്നത്. പക്ഷേ അംബികയുടെ സാഹചര്യ തെളിവുകളെല്ലാം അംബികയ്ക്ക് എതിരായിപ്പോയി. അതുകൊണ്ടാണ്, കാരണം അജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അജയ് 1% പോലും അംബികയാണ് ഇതിൻ്റെ കുറ്റക്കാരി എന്നുള്ളത് ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. കാരണം അംബിക പറഞ്ഞ ആ ഒരു മൊഴി അടിസ്ഥാനത്തിൽ അവിടെ ഒരാൾ അവിടെ കടന്നുകൂടുകയും ആ ആളാണ് നമ്മുടെ അച്യുതനെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് എന്നുള്ളതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ഭവാനിക്ക് ചില ഒരു മനസ്സിലൊക്കെ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. കാരണം അജയ് വീട്ടിൽ വന്ന് സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭവാനിക്ക് എന്തൊക്കെയോ ഒരു പേടിയും ഭയവും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ കമാലിനെ എങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഭവാനിയെ തിരിച്ചറിയുമല്ലോ. അങ്ങനെ ഭവാനി നമ്മുടെ കമാലിനെ കാണുകയാണ്. കണ്ടിട്ട് പറയുന്നുണ്ട്, അതെ അജയ്ക്ക് നല്ല സംശയമുണ്ട് ഇത്. കാരണം അംബിക കൊടുത്തേക്കുന്ന മൊഴി അനുസരിച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ മറ്റൊരാളുണ്ട് എന്നുള്ളത് അജയ്ക്കൊക്കെ നല്ല സംശയമുണ്ട്. അതുകൊണ്ട് കമാൽ ഒരു കാരണവശാലും ഇനി കുറച്ച് ദിവസത്തേക്ക് വെളിയിലൊന്നും ഇറങ്ങണ്ട. എന്തെങ്കിലും നമുക്കിപ്പം അഭിരാമിയെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ഈ കേസിൻ്റെ നീക്കുപോക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഇതായാൽ മതി എന്നൊക്കെ ഭവാനി പറയണേ. എന്നിട്ട് ഭവാനി പറയുന്നുണ്ട്, ഒരു പക്ഷേ കമാലിനെ പിടിച്ചിരുന്നാലും എൻ്റെ പേര് കമാൽ പറയുമോ എന്നുള്ള ചോദിക്കണം. അപ്പോൾ പറഞ്ഞു, ഇല്ല മേഡം, ഞാൻ അങ്ങനെ നന്ദികേട് കാണിക്കില്ല എന്നുള്ളതൊക്കെ കമാൽ പറയുന്നുണ്ട് കേട്ടോ. വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നാളത്തെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം, ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുമായി. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ശുഭദിനം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.